അർജുനായുള്ള തിരച്ചിലിന്റെ 10ാം ദിവസമാണിന്ന്. നിർണായകമായ തിരച്ചിലും നിർണായകമായ ദിവസവുമാണ് ഇന്ന്. ലോറി കണ്ടെത്തിയ സ്ഥിതിക്ക് അതിനുള്ളിൽ അർജുനുണ്ടോ, അർജുനാണ് പ്രഥമ പരിഗണന എന്നാണ് പറയുന്നത്. അതിനിടയിൽ റിപ്പോർട്ടർ ചാനലിനെയും അതിലെ റിപ്പോർട്ടർ അരുൺകുമാറിനെയും ട്രോളിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് രംഗത്തെത്തുന്നത്. അരുൺകുമാറിനെ ട്രോളിക്കൊണ്ട് ബൈജു സ്വാമി എഴുതിയത് ഇങ്ങനെയാണ്: അർജുന്റെ ട്രക്കും കൂടാതെ ലോക്കൽ കന്നഡി ഗരുവും മണ്ണിടിഞ്ഞ് വീണ പുഴയിലാണെന്ന് ഏതാണ്ട് ഉറപ്പായ സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് റെസ്ക്യൂ ഓപ്പറേഷൻ കുത്തിയൊഴുകുന്ന ഗംഗാവലിയിലായിരിക്കുമെന്ന് കേട്ടു. അപ്പോൾ മൊട്ടയും നദിയിൽ ചാടും എന്നുറപ്പാണ്. നദിയിൽ ചാടാൻ പോകുമ്പോൾ മൊട്ടയെ ആര് തടയരുതെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ലവൻ ഒഴുക്കിൽപ്പെട്ട് തീർന്നു കിട്ടിയാൽ അത്രയും അലമ്പ് കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിനും അത് ദീർഘകാല അടിസ്ഥാനത്തിൽ ഗുണം ചെയ്യും. ലവന്റെ കൂടെ മരംവെട്ട് ചാനലിലെ സ്റ്റാർ വാർത്താ അവതാരണി കൂടി ഉണ്ടായിരുന്നുവെങ്കിലെന്ന ഒരു വേള ആഗ്രഹിച്ചു പോകുന്നു സുഹൃത്തുക്കളെ. ഇങ്ങനെയുണ്ടോ അലമ്പ്? ഇത് പറയുമ്പോൾ സംസ്കാര ശൂന്യൻ എന്ന് വിളിക്കരുതേ. അലമ്പില്ലാതെ വാർത്തകൾ കേട്ട TV കണ്ട് ജീവിക്കാനുള്ള കൊതി കൊണ്ടാണ്. മീനവിയൽ മൊട്ട ആറ്റിൽ ചാടാൻ പോകുമ്പോൾ അർജുനെ രക്ഷിക്കാൻ ഞാൻ മാത്രം മതിയെന്ന് ആക്രോശിച്ച മൊട്ടയെയും മറ്റു മാപ്രകളെയും തടയുന്ന ദുരന്ത വിദഗ്ധനായ രഞ്ജിത്ത് ഇസ്രാലിന്റെ ചിത്രം നാസ പുറത്തുവിട്ടു. അർജുൻ എന്ന മലയാളി ലോറി ഡ്രൈവർ ഉൾപ്പെടെ ശിരൂർ ദുരന്തത്തിലെ രക്ഷാപ്രവർത്തനത്തിലെ ചാനൽ റിപ്പോർട്ടിംഗ് രീതിയിൽ സൈബർ ഇടത്തിൽ വലിയ വിമർശനമാണ് ഉയരുന്നത്. മലയാളത്തിലെ വാർത്താ ചാനലുകൾ തമ്മിലുള്ള മത്സരം മുറുകിയതോടെയാണ് റിപ്പോർട്ടിംഗ് രീതിക്കെതിരെയും വിമർശനം ഉയരാൻ ഇടയാകുന്നത്. ഡോക്ടർ അരുൺകുമാറിന്റെ നേതൃത്വത്തിലുള്ള റിപ്പോർട്ടർ ചാനലും 24 ന്യൂസ് ചാനലും ഏഷ്യനെറ്റ് ന്യൂസും അടക്കം എല്ലാവരും തന്നെ ശിരൂർ റിപ്പോർട്ടിംഗ് മത്സരാധിഷ്ഠിതമാക്കിയിരുന്നു. ഇപ്പോൾ ഇതെല്ലാം സോഷ്യൽ ഓഡിറ്റിംഗ് വിധേയമാക്കുകയാണ്. ആമയിഴഞ്ചാൻ തോട്ടിൽ ജോയി എന്നയാൾ മാലിന്യം നീക്കവേ വീണു മരിച്ച സംഭവം ചാനലുകൾ വലിയ തോതിൽ കവർ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ശിരൂർ അപകടമുണ്ടായത്. ഇതോടെ ഒരു മലയാളിയുടെ വിഷയത്തിൽ മറ്റു മലയാളികൾ ഉണ്ടാകുമെന്ന വിധത്തിലാണ് എല്ലാ ചാനലുകളും ഇടപെട്ടത്. ഇതിനിടെയാണ് റിപ്പോർട്ടർ TVയിൽ നിന്ന് ഡോക്ടർ അരുൺകുമാർ നേരിട്ട് അപകട സ്ഥലത്തെത്തി റിപ്പോർട്ടിംഗ് തുടങ്ങിയത്. അപകട സ്ഥലത്തെ സമ്പൂർണ്ണ ചിത്രം പ്രേക്ഷകർക്ക് നൽകുക എന്നതായിരുന്നു ലക്ഷ്യം. ഇതിൽ ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു. എന്നാൽ ഒരു ഘട്ടത്തിൽ രക്ഷാദൗത്യത്തിന് വേഗത കുറഞ്ഞതോടെ അതിനെതിരെ വിമർശനമുയർത്തി. ഇത് കർണാടക അധികാരികൾക്ക് അത്ര സഹിക്കുന്നതായിരുന്നില്ല. കർണാടക പോലീസ് ഇതോടെ മലയാള മാധ്യമങ്ങളെ രക്ഷാദൗത്യം നടക്കുന്ന പ്രദേശത്തേക്ക് പ്രവേശിപ്പിക്കാത്ത അവസ്ഥയും ഉണ്ടായി. അർജുന്റെ ലോറി മണ്ണിനടിയിൽ തന്നെയാണെന്ന വിലയിരുത്തലായിരുന്നു ഡോക്ടർ അരുൺകുമാറിന്റെ ചില നിഗമനങ്ങൾ. ഇന്നലെ സൈന്യം ലോറി നദിക്കടിയിലാണെന്ന് കണ്ടെത്തിയതോടെ ഡോക്ടർ അരുൺകുമാറിനും സൈബർ ഇടത്തിൽ ട്രോൾ മഴയാണ്. അരുൺകുമാർ റിപ്പോർട്ടറും നെഗറ്റീവ് ന്യൂസ് നൽകിയെന്ന് SP തുറന്നടിക്കുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ പ്രതികരണം തേടിയ 24 ന്യൂസിലെ ഹാഷ്മിയോട് താങ്കൾ റിപ്പോർട്ടർ ചാനലിൽ നിന്നാണോ എന്ന് ചോദിച്ചു. റിപ്പോർട്ടർ അല്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയാണ് ഹാഷ്മി ചെയ്തത്. ഈ വീഡിയോ അടക്കം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രോളായി മാറിയിട്ടുണ്ട്. അതേസമയം ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ തങ്ങൾക്ക് അഭിമാനമുണ്ടെന്നാണ് അരുൺകുമാറിന്റെ വിശദീകരണം. SR എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാനല്ല മാധ്യമങ്ങളുടെ ജോലി എന്നാണ് അരുൺകുമാർ പറയുന്നത്. സൈബർ ഇടത്തിലെ ട്രോളുകൾ ഉണ്ടെങ്കിലും തുടർച്ചയായി ലൈവ് സംപ്രേഷണവുമായി അരുൺകുമാർ റിപ്പോർട്ടറും സജീവമായുണ്ട്. ലൈവ് വാർത്ത കണ്ട ചാനലുകളിലെ മുന്നിലേക്ക് വ്യാജ രക്ഷാപ്രവർത്തകരും എത്തിയിരുന്നു. കേരളത്തിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് നിരവധി പേരാണ് ശിരൂരിലേക്ക് പോയത്. ഇതിനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ സംസാരിക്കുന്നവർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തമ്മിലടിക്കുന്ന അവസ്ഥയാണ്. രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാറുള്ള രഞ്ജിത്ത് ഇസ്രാലിനെതിരെയും രൂക്ഷമായ ആക്രമണമാണ്. 16-ന് അർജുനെ കാണാതായതെങ്കിലും കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തിരച്ചിൽ നടപടികൾ കാര്യക്ഷമമല്ല എന്ന ആരോപണം ഉയർന്നു. കുടുംബം MK രാഘവൻ MP ഉൾപ്പെടെയുള്ളവരെ കണ്ടതിനു ശേഷമാണ് തിരച്ചിലിന് കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ വേഗം വന്നത്. മാധ്യമങ്ങളുടെ ഇടപെടലുകളും രക്ഷാപ്രവർത്തനാക്കം കൂട്ടി. ഇവരുടെ എല്ലാം ഇടപെടലോടെയാണ് സൈന്യം എത്തിയത് എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ആദ്യം കരഭാഗത്ത് തിരയുകയാണ് ഉണ്ടായത്. പിന്നീടാണ് പുഴയിലേക്ക് തിരയാൻ തുടങ്ങിയത്. ഇവിടെയാണ് മലയാളികൾ തിരച്ചിൽ വഴിതെറ്റിച്ചു എന്ന ആരോപണം ഉയരാൻ ഇടയാക്കിയത്.